നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് സൂചന. അതിരപ്പള്ളി പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 13 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പള്ളുരുത്തി സ്വദേശികളായ ടിനോയ് ജോസ്, ഗോകുൽ മുകേഷ് എന്നിവരാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ജീവിത സാഹചര്യങ്ങൾ, സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് ഒരു സർക്കാർ നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൂർത്ത് യാത്ര നടത്തുമ്പോൾ ആ യാത്രക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ കരിക്കൊടി കാണിക്കുമ്പോൾ ആ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പോലീസും ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ യുവജന സംഘടനയായ DYFI കടന്നു പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തിയതിനെതിരെ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജിനീഷ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത അതേ കാരണത്താലാണ് ഇന്ന് അവർ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി 2 ദിവസങ്ങൾക്കകം സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ പോലീസ് കടന്നു പോകുന്നത്. മണ്ഡലം പ്രസിഡന്റുമാരായ അഭി പ്രസാദ് MR, നിഖിൽ മാർട്ടിൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മിഥുൻ മാളിയക്കൽ, മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലഞ്ചേരി, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN സജീവൻ, മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുൺ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിധിൻ മുരളീധരൻ, ആൻഡ്രിൻ ആന്റണി, ഹസീഫ്, അജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PH മഹേഷ്, ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CM മൊയ്തു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ TM, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷുഹൈൽ KS, ഇസ്ഹാഖ് ഹുസൈൻ, പ്രവിത എന്നിവർ സംസാരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പാകുമെന്നാണ് സൂചന. ഇന്നലെ സിനഡ് യോഗം വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വത്തിക്കാന്റെ അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് പ്രഖ്യാപനം നടത്തുക. 80 വയസ്സിന് താഴെയുള്ള 53 ബിഷപ്പുമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സഭയിലെയും വിവിധ പ്രശ്നങ്ങളെ തുടർന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ച പശ്ചാത്തലത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് നടന്നത്. അതിരപ്പള്ളി പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 13 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പള്ളുരുത്തി സ്വദേശികളായ ടിനോയ് ജോസ്, ഗോകുൽ മുകേഷ് എന്നിവരാണ് പിടിയിലായത്. SI മണികണ്ഠൻ, പ്രിവന്റീവ് ഓഫീസർ KC ആനന്ദൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത്ത്, ബിബിൻ, ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കേരളത്തിൽ അടുത്ത 2 ദിവസം മിതമായതോ അല്ലെങ്കിൽ ഇടത്തരം തീവ്രതയോടെയുള്ളതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇപ്പോൾ നിലനിൽക്കുന്ന 2 ചക്രവാത ചുഴികളുടെ സ്വാധീനമാണ് മഴയ്ക്ക് കാരണമാവുന്നതെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നോ വരും ദിവസങ്ങളിലോ അലർട്ടുകൾ ഇല്ല. നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി വാർഡ് മെമ്പർ മാതൃകയായി. അന്നമനട വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഹെഡ് ഓഫീസ് കസ്റ്റമർ ലോഞ്ചിൽ വീണു നഷ്ടപ്പെട്ട 3 പവൻ സ്വർണ്ണാഭരണമാണ് ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചത്. അന്നമനട പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ CK ഷിജുവാണ് ആഭരണം തിരിച്ചേൽപ്പിച്ചത്.
സാമൂഹ്യ മാധ്യമങ്ങളിൽ മെമ്പർക്ക് ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. മാള ഗ്രാമപഞ്ചായത്ത് മഹിളാ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ഗ്രാമസഭകളായിട്ട് വയോജനങ്ങളുടെ ഗ്രാമസഭ, ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ, കുട്ടികളുടെ ഗ്രാമസഭ, മഹിളകളുടെ ഗ്രാമസഭ. കുട്ടികളുടെ ഗ്രാമസഭ 14-ാം തീയതിയാണ്. ഇന്ന് നമ്മൾ മഹിളകളുടെ ഗ്രാമസഭ വെച്ചത് നമ്മുടെ പദ്ധതി രൂപീകരണം, വനിതാ ഘടക പദ്ധതിയിൽ എന്തെല്ലാം പദ്ധതികൾ നമുക്ക് വെക്കാം. നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വായിക്കും. പദ്ധതി വിശദീകരണം നമ്മളിവിടെ ചെയ്യും. അതിന് മുന്നോടിയായി തന്നെ നിങ്ങളുടെയും കൂടി പദ്ധതിയിലേക്ക് നിങ്ങളുടെയും കൂടി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പദ്ധതി രൂപീകരണം വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഗ്രാമസഭ തീർക്കാനുള്ള. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജിജു മാടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു അശോക് എന്നിവർ സംസാരിച്ചു. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. മാള വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ അംഗം TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഇത് കേരളത്തിലെ ദീർഘകാലം അധ്യാപകരായി സർവീസ് സംഘടനാ രംഗത്ത് വിവിധ വകുപ്പുകളിലൊക്കെ സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തവർ മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ദേശീയതയിൽ ആത്മസമർപ്പണം ചെയ്ത ജനാധിപത്യ വിശ്വാസികളായ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കേരളത്തിൽ നിന്ന് നമുക്കറിയാം ഏതാണ്ട് 5.25 ലക്ഷം സർവീസ് പെൻഷൻകാരുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് MG ടോമി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PA ജോസഫ്, തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി AA അഷ്റഫ്, മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, വനിതാ ഫോറം കൺവീനർ VO ലിസി എന്നിവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് മാള, ഹിയർ ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ കേൾവി സംസാര പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ ഈ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതും കാണുന്നതും പങ്കെടുക്കുന്നതും. നമുക്കറിയാം, നിർദ്ധരായ കുട്ടികൾക്കാണ് കൂടുതൽ ഇതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഒട്ടനവധി കുട്ടികൾ അക്കരേക്കാണ് പോകുന്നത്, സ്പീച്ചിങ്ങിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും. ഇപ്പൊ കേൾവിക്കുറവുള്ളവർ നമ്മളുടെ വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ സമൂഹത്തില് വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ള കാര്യങ്ങളിൽ ചടങ്ങിലായാലും പങ്കെടുക്കാനായിട്ട്. കാരണം നമ്മൾ അവരോട് സംസാരിക്കുന്നത് ഇത്തിരി ഉറക്കത്തിൽ സംസാരിച്ചാൽ അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് വയസ്സായവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, ചെറുപ്പക്കാർക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പ്രയാസം. അപ്പൊ നമ്മളുടെ മനസ്സിന് തന്നെ അത് വിഷമത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ മാള പോലുള്ള സെന്ററിലേക്ക് ഇങ്ങനൊരു സേവനം ചെയ്യാനായിട്ട് വന്നെത്തിയ റോട്ടറി ക്ലബ് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അലോഷ്യസ് സ്റ്റീഫൻ സംസാരിച്ചു. ജനുവരി 10 മുതൽ 27 വരെയാണ് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. പാലാ രൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് സൂചന. അതിരപ്പള്ളി പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 13 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പള്ളുരുത്തി സ്വദേശികളായ ടിനോയ് ജോസ്, ഗോകുൽ മുകേഷ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.